വി.ഡി. സതീശനായി പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. കണ്ണൂർ ഇരിട്ടിയിൽ സതീശന് വേണ്ടി പ്രകടനം നടത്താൻ ആഹ്വാനം ചെയ്തു. വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്ന പ്രകടനത്തിൽ പങ്കെടുക്കണമെന്നാണ് ആഹ്വാനം. പേരാവൂർ കോൺഗ്രസുകാർ എന്ന പേരിലാണ് ആഹ്വാനം ഉണ്ടായിരിക്കുന്നത്. നിഖിൽ അളവൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ വി.എസ്. അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കണം എന്നതും സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രകടനം ഒരു കാലത്ത് നമ്മൾ കണ്ടിരുന്നു. അതിന് സമാനമായി വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ജനങ്ങൾ നേരെ തെരുവിൽ ഇറങ്ങാൻ ആഹ്വാനം തുടങ്ങുകയാണ്. രുചീഷ്, ഏതായാലും ആ നിലയ്ക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ആവുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് വിവിധയിടങ്ങളിൽ വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വിവിധ കമ്മിറ്റികളുടെയൊക്കെ പേരിൽ ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ വി.ഡി. സതീശന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുക എന്ന അറ്റ കൈയിലേക്ക് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പോകുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ആഹ്വാനമാണ് ഇപ്പോൾ ഇരിട്ടി മേഖലയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. പേരാവൂരിലെ കോൺഗ്രസുകാർ എന്ന പേരിൽ പ്രചരിക്കുന്ന സന്ദേശത്തിൽ പറയുന്നത്, സമയമായി കോൺഗ്രസ് പ്രവർത്തകരെ നയിച്ചവനെ നയിക്കാൻ അനുവദിക്കില്ല എങ്കിൽ വീട് കയറി വോട്ട് ചോദിച്ച നമുക്കും ചിലത് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലൊരു സന്ദേശം ഇപ്പോൾ പ്രചരിക്കുന്നത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന കൂറ്റൻ പ്രകടനത്തിൽ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും പങ്കെടുക്കണം എന്ന രീതിയിലാണ് ആ സന്ദേശം പ്രചരിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂരിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ നയിച്ചവൻ ഇനി അങ്ങോട്ട് കേരളം ഭരിക്കട്ടെ എന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ വ്യാപകമായി വി.ഡി. സതീശന് വേണ്ടി വന്നിരുന്നു. അത് ഇപ്പോൾ ഈ പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്നതിലേക്ക് ആ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, വളരെ വലിയ രീതിയിലുള്ള പ്രചാരണം ഈ മേഖലയിൽ നടക്കുന്നത് ഈ കെ.സി. വേണുഗോപാൽ വരുന്നതിനെതിരെ ഉള്ള പ്രചരണമാണ്. ഈ കെ.സി. വേണുഗോപാൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയായി വന്നാൽ തന്നെയും കോൺഗ്രസ് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ തോൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി സന്ദേശങ്ങൾ ഇത്തരത്തിൽ കോൺഗ്രസ് അനുകൂല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ വളരെ വ്യാപകമായി പ്രചരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ തോൽപ്പിക്കും, 6 മാസത്തെ സുഖവാസം മാത്രം അനുഭവിക്കാനേ കെ.സിക്ക് യോഗമുണ്ടാകുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഇരിക്കൂറിലാണ് നേരത്തെ തന്നെ ഉള്ള ചർച്ചയാണ്, ഇത്തരത്തിൽ കെ.സി കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരികയാണ് എങ്കിൽ ഈ ഇരിക്കൂറിൽ നിന്ന് വിജയിച്ച സജീവ് ജോസഫിനെ രാജിവെപ്പിച്ച് അവിടെ കെ.സി മത്സരിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമാണ്. അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ, അങ്ങനെ മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതങ്ങ് ആലപ്പുഴ കായലിൽ ഒഴുക്കിക്കളയുന്നതായിരിക്കും നല്ലത്. സജീവ് ജോസഫിനെ അങ്ങനെ രാജിവെപ്പിച്ച് മത്സരിക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള വികാരം ഉൾപ്പെടെ ഈ മേഖലകളിൽ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ സജീവമായ ചർച്ച ഈ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരുന്നതിനെതിരെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റും നടക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പരസ്യ പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കാനുള്ള ആഹ്വാനങ്ങൾ കൂടി പ്രചരിക്കപ്പെടുന്നത്. ഏതായാലും വി.ഡി. സതീശന് വേണ്ടി വലിയ രീതിയിൽ ഒറ്റക്കെട്ടായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് ഈ കണ്ണൂരിൽ മലയോര മണ്ഡലമായ പേരാവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാണുന്നത്. പേരാവൂർ നമ്മൾ കാണേണ്ടത് സണ്ണി ജോസഫ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ മണ്ഡലം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടി അവിടെ കാണേണ്ടതുണ്ട്. ഏതായാലും ഇരിട്ടി മേഖലയിലാണ് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ കെ.സി. വേണുഗോപാലിനെതിരെ ഇത്തരത്തിലുള്ള പ്രചാരണം നടക്കുന്നത്. ഒപ്പം ഇരിക്കൂറിൽ സജീവ് ജോസഫിനെ രാജിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്നു. കെ.സി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അവിടെ തോൽപ്പിക്കുമെന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ വലിയൊരു രീതിയിലുള്ള പ്രതിരോധം ഈ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിനെതിരെ കണ്ണൂരിൽ തീർക്കുന്നു. വി.ഡി. സതീശന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുകയും ചെയ്യുന്നു. ശരി നിഖിൽ, എന്തായാലും കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കെ സുധാകരൻ വി.ഡി. സതീശനെതിരെ നിലപാടെടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇരിട്ടിയിൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു പ്രകടനത്തിലേക്ക് പോകാൻ പ്രവർത്തകരുടെ ആഹ്വാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കെ.സി. വേണുഗോപാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയാൽ ഏതെങ്കിലും ഒരു MLA രാജിവെച്ച് ആ തരത്തിൽ അവിടെ മത്സരിക്കേണ്ടി വരും. അത്തരത്തിൽ കണക്ക് കൂട്ടുന്ന ഒരു സ്ഥലം ഇരിക്കൂരാണ്. ആ മേഖലയിലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ 3 പേരിൽ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് തീരുമാനിക്കാൻ വളരെ നിർണായകമായ യോഗം, നിയമസഭാ കക്ഷി യോഗം തുടരുന്നത്. അതോടൊപ്പം തന്നെ ആ MLA-മാരുമായി അജയ് മക്കനും മുകുൾ വാസ്തിക്കും അടക്കമുള്ള നിരീക്ഷകർ അവർ സംസാരിക്കുകയാണ്. ഓരോ ആളുകളുടെയും അഭിപ്രായം കേൾക്കും. ആ അഭിപ്രായം കേട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ പിന്തുണ ആർക്കാണ് എന്ന് രേഖപ്പെടുത്തും. അതോടൊപ്പം പ്രധാനപ്പെട്ട നേതാക്കൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കും. പൊതുവായി തന്നെ ഘടകകക്ഷികളുടെ നിലപാട് എന്താണ് എന്ന് കേൾക്കും. അത് എല്ലാം ചേർത്തായിരിക്കും റിപ്പോർട്ടായി ഡൽഹിയിലേക്ക് നൽകുക.